ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സുപ്രധാന തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലുള്ള അംബർനാഥ് മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പാഠമാണ് നൽകുന്നത്. ഒരു വശത്ത് തത്വദീക്ഷതയില്ലാത്ത അധികാര രാഷ്ട്രീയത്തിൻ്റെ കളികൾ നടക്കുമ്പോൾ, മറുവശത്ത് സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം എടുത്ത ധീരമായ തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അമർനാഥ് നഗരസഭയിൽ BJPയുമായി ചേർന്ന് ഭരണം പിടിക്കാൻ ശ്രമിച്ച പ്രാദേശിക നേതാക്കൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച കർശനമായ അച്ചടക്ക നടപടി കേവലം ഒരു പാർട്ടി തീരുമാനം മാത്രമല്ല, അത് വർഗീയ രാഷ്ട്രീയത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൻ്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു. അമർനാഥിലെ 60 അംഗ കൗൺസിലിൽ 27 സീറ്റുകൾ നേടി ഏക വലിയ കക്ഷിയായ ശിവസേനയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ് BJPയും കോൺഗ്രസും NCPയും അവിടെ കൈകോർത്ത് അമർനാഥ് വികാസ് അഘാഡി എന്ന പേരിൽ പ്രാദേശിക സഖ്യം രൂപീകരിച്ചത്. രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ അധികാരം നേടിയെടുക്കാൻ പ്രത്യയശാസ്ത്ര ശത്രുക്കളുമായി കൈകോർക്കാമെന്ന ചിന്താഗതി അത് ജനാധിപത്യത്തിന് അപകടകരമാണ്. ഇവിടെയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. BJPയുമായി സഹകരിച്ച് ഭരണം നടത്താനുള്ള നീക്കം പാർട്ടിയുടെ അന്തസ്സത്തയ്ക്കും അത് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു. സംസ്ഥാന നേതൃത്വത്തെ അത് അറിയിക്കാതെ BJPയുമായി സഖ്യമുണ്ടാക്കിയ അംബർനാഥ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രദീപ് പട്ടേലിനെയും തിരഞ്ഞെടുക്കപ്പെട്ട 12 കൗൺസിലർമാരെയും പാർട്ടിയിൽ നിന്ന് ഉടനടി സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് നേതൃത്വം. അധികാരം കയ്യിൽ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് എന്ന സ്വാർത്ഥ ചിന്താഗതിയായിരുന്നില്ല പാർട്ടി എടുത്തത്. പകരം എന്ത് രാഷ്ട്രീയ നഷ്ടം സഹിച്ചാലും വർഗീയതയുമായി കൈകോർക്കില്ല എന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. പലപ്പോഴും പ്രാദേശിക തലങ്ങളിൽ അധികാരം നിലനിർത്താൻ പ്രത്യയശാസ്ത്രങ്ങൾ പണയപ്പെടുത്തുന്ന രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പതിവായി മാറിയിരുന്നു. എന്നാൽ അംബർനാഥിൽ കോൺഗ്രസ് കാണിച്ച ഈ ആർജവം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാവുന്നതാണ്. ഒരു നഗരസഭയിലെ ഭരണം പോയാലും വേണ്ടില്ല, തങ്ങളുടെ നട്ടെല്ല് വളയ്ക്കില്ല എന്ന നിലപാട് താഴെത്തട്ടിലുള്ള അണികൾക്കിടയിൽ വലിയൊരു ആത്മവിശ്വാസമാണ് നൽകിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അനുമതിയില്ലാതെ ഇത്തരം വിനാശകരമായ സഖ്യങ്ങൾ പാടില്ല എന്ന് കൃത്യമായൊരു ലക്ഷ്മണരേഖ ഇതിലൂടെ വരച്ച് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ സങ്കീർണാവസ്ഥയിൽ BJPയുടെ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുന്നത് സ്വന്തം അസ്തിത്വം ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുകയാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടിക്ക് അതേ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുമായി ഒരേ തട്ടിലിരുന്ന് ഭരണം നടത്താൻ കഴിയില്ല. ഈ തിരിച്ചറിവ് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്രിയാത്മകമായ മാറ്റത്തിൻ്റെ സൂചനയാണ്. കേരളത്തിലെ മറ്റത്തൂർ പഞ്ചായത്തിലോ കുമരകത്തോ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോഴും പാർട്ടി നേതൃത്വം സമാനമായ രീതിയിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടതാണ്.